തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ച് വീണ വീട്ടമ്മ മരിച്ചു. കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവിയാണ് മരിച്ചത്. ചാഴൂരിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. ഒളരി കൊട്ടിൽ റോഡിൽ സ്ഥാപിച്ച മൊബൈൽ ടവറിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. മൊബൈൽ ടവർ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. എച്ചിപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ കാടുകയറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ച് വീണ വീട്ടമ്മ മരിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം താമസിക്കുന്ന ചക്കിങ്കൽ 65 വയസ്സുള്ള ഇന്ദിരാദേവിയാണ് മരിച്ചത്. തിരുവില്ലാമല ഹൈസ്കൂൾ ഗ്രൌണ്ടിന് സമീപമായിരുന്നു അപകടം. കൊല്ലങ്കോട് നിന്നും കാടാമ്പുഴയ്ക്ക് പോവുകയായിരുന്ന മർവ ബസ്സിൽ നിന്നാണ് ഇവർ തെറിച്ചു വീണത്. ബസ് മുന്നോട്ടെടുത്തപ്പോൾ റോഡിൽ കിടന്നിരുന്ന പൂച്ചയെ തട്ടാതിരിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചതിനെ തുടർന്ന് സ്റ്റെപ്പിൽ നിന്നിരുന്ന ആളുടെ കൈത്തട്ടി ഡോർ തുറക്കുകയും ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ ഇവരെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് പഴയന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാഴൂർ കോലാം വളവിന് സമീപം ബസ് സ്റ്റോപ്പ് വളവിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. തൃശൂർ പുല്ലഴി സ്വദേശി കുരുതുക്കുളങ്ങര വള്ളൂക്കാരൻ പൊറിഞ്ചുമകൻ 44 വയസ്സുള്ള സോണിയാണ് മരിച്ചത്. സോണിയുടെ മകൻ ആന്റണിയെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ചാഴൂരിലെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ വാഹനവുമായാണ് കൂട്ടിയിടിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സോണിയെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തി ഒല്ലൂക്കരയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഓട്ടോ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കാളത്തോട് സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ അസീസ്, മണ്ണുത്തി സ്വദേശി മാളിയേക്കൽ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒളരി കൊട്ടിൽ റോഡിൽ സെമിത്തേരിക്ക് മുന്നിൽ സ്ഥാപിച്ച മൊബൈൽ ടവറിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. മൊബൈൽ ടവർ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. പ്രദേശവാസികളും ഡിവിഷൻ കൌൺസിലറും അറിയാതെ പെട്ടെന്നാണ് ജനവാസ മേഖലയിൽ ഈ മൊബൈൽ ടവർ ഉയർന്നത്. ഒളരി കൊട്ടിൽ റോഡിൽ സെമിത്തേരിക്ക് മുന്നിൽ സ്ഥാപിച്ച മൊബൈൽ ടവറിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ഡിവിഷൻ കൌൺസിലർ ശ്രീലാൽ ശ്രീധറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധ സമരം നടത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളും ഏകദേശം ഏറെക്കുറെ 5 സെന്റിൽ പരിധിക്കുള്ളിലാണ് ഓരോ വീടുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ടവറും ഇത്രയും അധികം റേഡിയേഷൻ വമിക്കുന്ന ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ ടവർ സാധാരണഗതിയിൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് 100 മീറ്റർ 200 മീറ്റർ ചുറ്റളവിൽ വേറെ റെസിഡൻസുകളൊന്നും പാടില്ല എന്നാണ്. എന്നാൽ ഇത് 5 മീറ്റർ പോലും ഇല്ല. ഇത് ഒരു ദിവസം ഞങ്ങൾ സുപ്രഭാതത്തിൽ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇവിടെ 2 ദിവസം കൊണ്ടാണ് ഈ ടവർ മുഴുവനായത്. കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡിവിഷൻ കൗൺസിലറുടെ പോലും അനുവാദം ഇല്ലാതെ ആ ഡിവിഷനിലൊരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അത് ശരിയായ ഒരു കാര്യമില്ല. പിന്നെ ഇതിൽ സമീപവാസികളായിട്ടുള്ള ഒരാളുടെ പോലും അവർ സമ്മതം വാങ്ങിയിട്ടില്ല. ഇവിടെ അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ ഈ അടുത്തടുത്ത് വീടുകൾ വരുമ്പോൾ അവിടെ ഇത്രയും വലിയൊരു ടവർ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. 300ഓളം വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്. 2 സ്കൂളുകൾ, അംഗൻവാടികൾ, മുസ്ലിം പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്ന ഇവിടെ മൊബൈൽ ടവർ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ടവറോടെ സ്ഥാപിക്കുമ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ് പോലും ഇല്ലാതാണ് നിർമ്മിച്ചത്. കാരണം 3 ദിവസം കൊണ്ടാണ് ഇവിടെ ഒരു ടവർ ഇതുപോലെ വന്നത്. 150 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഈ ടവർ സ്ഥാപിക്കുമ്പോൾ ഏതൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഏറ്റവും കുറഞ്ഞ ഒരു കോൺക്രീറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു 15 ദിവസം വരെ ക്യൂറിങ്ങിന് സമയം കൊടുക്കേണ്ടതുണ്ട്. അതുപോലും ഇല്ലാതെ ഈ 150 അടി കൂടുതൽ ഉയരമുള്ള ഈ ടവറോട് സ്ഥാപിച്ചിട്ട് മറിഞ്ഞു വീണാൽ പോലും അപകടം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇത് എയർടെല്ലാണെന്ന് പറയുന്നു. പെട്ടെന്നൊരു ദിവസമാണ് ഇവിടെ ഒരു ഫൗണ്ടേഷൻ കണ്ടത്. ആ ഫൗണ്ടേഷൻ കണ്ട് ഞങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴേക്കും നെക്സ്റ്റ് ഡേ ടവർ പൊന്തി പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. എയർടെല്ലിൻ്റെയാണ് ടവർ. ഇവിടെയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു 2 സ്കൂളുണ്ട്. 50 മീറ്റർ പോലും ഇതില്ലാത്ത 2 സ്കൂളുണ്ട്. LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസാണ് അവിടെയുള്ളത്. അങ്ങനെ ജനനിബിഡമായ ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഇങ്ങനെ ഒരു ടവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അവസ്ഥ അത് നമ്മളെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ്. സമരമായിട്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഒളരിക്കര മൊബൈൽ ടവർ വിരുദ്ധ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഒളരി സെമിത്തേരിക്ക് മുൻവശത്തായി സ്ഥാപിച്ചിട്ടുള്ള ഈ മൊബൈൽ ടവർ എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ നീക്കം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.
എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. വരിക്കൂട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മൊയ്തീൻകുട്ടിയും ഭാര്യ റംലത്തുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുന്ന ഒറ്റയാനാണ് തെങ്ങ് മറിച്ചിട്ടത്. വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മുറ്റത്ത് ആന എത്തിയതോടെ വീട്ടുകാർ മണിക്കൂറുകളോളം ഭീതിയിലാണ് കഴിഞ്ഞത്. പിന്നീട് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തുകയായിരുന്നു. 1 വർഷം മുൻപും ഇവരുടെ തറവാട് വീടിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനയെ കാടുകയറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഡീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡിഎംഒ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നഴ്സുമാർക്ക് സമ്മർദ്ദം കൂടാതെ സമാധാനപരമായി നിർഭയം ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആശുപത്രിയിൽ ഉണ്ടാകണമെന്നും ജീവനക്കാർക്കെതിരെ സമ്മർദ്ദം നൽകുന്ന മേലധികാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അതിരൂക്ഷമായ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കണമെന്നും കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് സൂപ്രണ്ടിന്റെ ചേംബറിൽ വെച്ച് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഡീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ക്രിസ്മസിന് ഇവർക്ക് അവധി നൽകിയിരുന്നില്ല. അനുമതിയില്ലാതെ അവധിക്ക് പോയതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ട് വിശദീകരണം തേടിയിരുന്നു. ആറാം തീയതി വന്നപ്പോൾ പറഞ്ഞു ഞാൻ റിപ്ലൈ കൊടുത്തത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു. തൃപ്തികരമല്ലാത്ത കാരണം ചേംബറിൽ വരണം എന്ന് പറഞ്ഞു. വന്ന് 11 മണിക്ക് ഹിയറിങ്ങിന് വെച്ചപ്പോഴും സാറ് പറഞ്ഞത് മുൻപും ഇതുപോലെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാനിപ്പുലേറ്റ് ചെയ്യാണ്, ഓരോ കാര്യവും മാനിപ്പുലേറ്റ് ചെയ്ത് പ്രശ്നം വഷളാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നി. ഇത് മുകളിലേക്ക് അയക്കും അതിന് ഭീഷണിയുടെ സ്വരത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപ് ഞാൻ പ്രമോഷൻ തടഞ്ഞു വെക്കുന്നൊക്കെ ഭീഷണിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീരിയൽ നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. 4 ദിവസം മുൻപ് ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു. 2 ദിവസമായി അദ്ദേഹം മുറി വിട്ട് പുറത്തേക്ക് പോയിരുന്നില്ല. ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. ഇവർ അന്വേഷിച്ച് ഹോട്ടൽ എത്തി മുറി തുറന്നു നോക്കിയപ്പോഴാണ് ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മ അറിയാതെ, പഞ്ചാഗ്നി, സുന്ദരി തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട തൃശൂർ ഗുരുവായൂർ പാതയിലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തോളൂരിലാണ് വൈദ്യുതി ലൈനിലേക്ക് പുലർച്ചെ മരം വീണത്. വ്യാജ വായ്പ എടുത്ത കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ബിജു കരീമിനെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മൂർക്കനാട് പൊയ്യാറ പരേതനായ ഗൌതമിന്റെ ഭാര്യ ജയ്ഷ നൽകിയ പരാതിയിലാണ് കോടതി നടപടി. പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. 2013 ജയ്ഷയുടെ ഭർത്താവ് ഗൌതമൻ കരുവന്നൂർ ബാങ്കിൽ നിന്ന് 5 ലക്ഷം വായ്പ എടുത്തിരുന്നു. പിന്നീടത് അടച്ചു തീർത്തെങ്കിലും കുറച്ചു പണം സ്ഥിര നിക്ഷേപമായി ബാങ്കിൽ തന്നെ ഇട്ടു. 2018 ഗൌതമൻ മരിച്ചു. 2022 വീട്ടിലെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ 35 ലക്ഷം വായ്പാ കുടിശ്ശിക ഉണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. 2013, 2015, 2016 വർഷങ്ങളിലായി 35 ലക്ഷത്തിന്റെ വായ്പ എടുത്ത് എന്നാണ് അറിയിച്ചത്. ഇത് വ്യാജ വായ്പയാണെന്ന് കാണിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇവർ കോടതിയെ സമീപിച്ചത്. തൃശൂർ വിശ്വകർമ്മ സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും ആദരണീയവും നടന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന ചടങ്ങ് VSS മുൻ ജില്ലാ പ്രസിഡന്റ് ബാലൻ കണിമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. മനോജ് മച്ചാട് അധ്യക്ഷത വഹിച്ചു. MS സുമേഷ്, ജയരാജ് ആചാരി, PS സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. 4 താലൂക്കാണ് ഉണ്ടായിരുന്നത് എങ്കിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും 5ാമത്തെ താലൂക്ക് കൂടി ഇവിടെ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭരണപരമായ ഒരു വിജയമായി ഞാൻ അതിനെ കാണുകയാണ്. അതിന് എന്നെ സഹായിച്ചത് അന്ന് തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്ന 4 താലൂക്കിൻ്റെ പ്രസിഡന്റുമാരും അവർ ശക്തമായ സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും ശുദ്ധീകരിക്കാൻ ഗാന്ധിജിയുടെ ദർശനമായ സർവോദയ ചിന്ത ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ. ഗാന്ധി മാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സർവോദയ സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ രചിച്ച സർവോദയ ചിന്തകൾ എന്ന ഗ്രന്ഥം തേറമ്പിൽ രാമകൃഷ്ണൻ പ്രകാശനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 ഗ്രന്ഥശാലകൾക്ക് സർവോദയ ഗ്രന്ഥങ്ങൾ നൽകുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. അയ്യന്തോൾ ഡോക്ടർ വൈല വാസുദേവൻ പിള്ള സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന സർവോദയ സുഹൃത്ത് സംഗമത്തിൽ പൂർണോദയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് വി.എസ്. ഗിരീശൻ, മാധ്യമപ്രവർത്തകൻ ഫ്രാങ്കോ ലൂയിസ്, വി. മുരളീധരൻ, കെ.പി. രാധാകൃഷ്ണൻ, ടി.ആർ. വിജയൻ, പി. രാജേന്ദ്രൻ, വത്സല വാസുദേവൻ പിള്ള എന്നിവർ സംസാരിച്ചു. പൊന്നാനി ജോയിന്റ് ആർ.ടി.ഒ ഓഫീസിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കാരണം ജനങ്ങൾ ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസം ജോയിന്റ് ആർ.ടി.ഒയെ ടെസ്റ്റിന് വന്നവർ ഉപരോധിച്ചിരുന്നു. പൊന്നാനി ജോയിന്റ് ആർ.ടി.ഒ പരിധിയിലുള്ള പൊന്നാനി, കുറ്റിപ്പുറം, പെരുമ്പടപ്പ്, ചങ്ങരംകുളം പ്രദേശത്തുള്ളവർ തിരൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിലെ ആർ.ടി.ഒ ഓഫീസിൽ പോകേണ്ട ഗതികേടിലാണ്. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും കർമ്മശ്രീ പുരസ്കാര വിതരണവും തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും കർമ്മശ്രീ പുരസ്കാര സമർപ്പണവും മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ നിർവഹിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന കർമ്മശ്രീ പുരസ്കാരം ആരോഗ്യ സർവകലാശാല റിട്ടയേർഡ് ഡീൻ ഡോക്ടർ വി. ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എ. കുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്കോളർഷിപ്പ് വിതരണം മുൻ എം.എൽ.എ. ടി. വി. ചന്ദ്രമോഹനും ചികിത്സാ സഹായ വിതരണം ഡോക്ടർ ടി.ആർ. വിശ്വനാഥനും നിർവഹിച്ചു. സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ മനോജ് ദത്തൻ പ്രതിഭകളെ അനുമോദിച്ചു. എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി.ആർ. ബാബു, ട്രസ്റ്റി എ.കെ. ഉണ്ണികൃഷ്ണൻ, വാസുദേവൻ പരുത്തിപ്പുള്ളി, രാധാകൃഷ്ണൻ കണ്ണാടി, എസ്.പി. ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം വിദ്യാർത്ഥികൾക്കായി 2 ലക്ഷത്തോളം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ചടങ്ങിൽ ചികിത്സാ സഹായനിധിയിലേക്കുള്ള ഫണ്ട് സമാഹരണവും നടന്നു. സർക്കാരിന്റെ ഫണ്ട് മുടങ്ങിയതോടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വഴിമുട്ടുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അവതാളത്തിലാണ്. ഈ അധ്യയന വർഷം 10 കോടി രൂപ വകയിരുത്തിയെങ്കിലും തുക അനുവദിച്ചിട്ടില്ല. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചില സ്കൂളുകൾ ഓണാവധിക്കാലത്ത് ക്യാമ്പ് നടത്തിയെങ്കിലും ക്രിസ്മസ് അവധിക്കാലത്ത് അതും കാര്യമായി നടന്നില്ല. സ്വന്തമായി പണം കണ്ടെത്തി സ്കൂളുകൾക്ക് ക്യാമ്പ് നടത്താമെന്ന് സർക്കാർ നിലപാടെടുത്തതോടെ അധ്യാപകരും മടിക്കുകയാണ്. ആഭ്യന്തര പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് സംസ്ഥാനത്തെ 1040 ഹൈസ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആഴ്ചയിൽ 6 മണിക്കൂർ SPCക്ക് നീക്കിവെക്കാനാണ് നിർദ്ദേശം. PT കാക്കി യൂണിഫോമുകൾക്കായി ഒരു വിദ്യാർത്ഥിക്ക് 2000 രൂപ അലവൻസ് നൽകാറുണ്ട്. പരിശീലന ദിവസങ്ങളിൽ ഓരോ കുട്ടിക്കും 8.5 രൂപ വീതം ഭക്ഷണത്തിനും ചിലവഴിക്കണം. ഓണത്തിനും ക്രിസ്മസിനും 3 മുതൽ 5 ദിവസം വരെ ക്യാമ്പും സംഘടിപ്പിക്കണം. ലഹരി നിർമ്മാർജ്ജനം പോലുള്ള വിവിധ സാമൂഹ്യ സേവന പദ്ധതികളും ഏറ്റെടുക്കണം. ഇതിനൊക്കെയായി ഒരു വർഷം 24 കോടി രൂപ ചിലവ് വരും. യൂണിഫോമിന് മാത്രം ഒരു സ്കൂളിന് 88,000 രൂപ ചിലവ് വരും. TCV ന്യൂസ്, തൃശൂർ. മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരനാണ് അന്തരിച്ച MT വാസുദേവൻ നായരെന്ന് കഥാകൃത്ത് P. ശങ്കരനാരായണൻ പറഞ്ഞു. വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെയും യുവ കലാസാഹിതിയുടെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നടന്ന MT അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈബ്രറി പ്രസിഡന്റ് EM സതീശൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണല്ലൂർ, യുവ കലാസാഹിതി സംസ്ഥാന സെക്രട്ടറി CV പൌലോസ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ലൈബ്രറി സെക്രട്ടറി MU കബീർ എന്നിവർ സംസാരിച്ചു. വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി പ്രദർശനം, എക്സിബിഷൻ എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെ ചടങ്ങിൽ ആദരിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, ചലച്ചിത്ര താരം ഇന്നസെന്റ് മോഹൻ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കബീർ മൗലവി ഇമാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലളിത ബാലൻ, സുധ ദിലീപ്, രേഖ ഷാൻഡി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നൃത്തസന്ധ്യ, സിത്താര കൃഷ്ണകുമാറിന്റെ മ്യൂസിക് ബാൻഡ് എന്നിവ നടന്നു. വെറും ഒരു ഹാസ്യ നടൻ മാത്രമായിരുന്നില്ല ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള ഇന്നസെന്റ്. അദ്ദേഹം വളരെ കരുത്തുറ്റ, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് അനശ്വരനായ, മലയാള ചലച്ചിത്ര മേഖലയിൽ അനശ്വരനായ ഒരു പ്രതിഭയായി. ദുബായ്
ദുബായിൽ നടക്കുന്ന എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് ബബിൾഗം ദുബായ് ഒരുക്കിയ ഹ്രസ്വ സിനിമ തെരഞ്ഞെടുക്കപ്പെട്ടു. വെബ് സീരീസ് എന്ന പ്രത്യേക വിഭാഗത്തിലാണ് വിടമാട്ടൻ എന്ന ഹ്രസ്വ സിനിമ പ്രദർശിപ്പിക്കുക. 37 വർഷമായി ദുബായിൽ കഴിയുന്ന പോൾസൺ പാവർട്ടിയാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. യുഎയിൽ നിന്നും മറ്റ് 30 വിദേശ രാജ്യങ്ങളിൽ നിന്നും 500-ലധികം ചിത്രങ്ങളാണ് മത്സരത്തിലുള്ളത്. ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, ആനിമേഷൻ ഫിലിം, ഡോക്യുമെന്ററി എന്നിവ കൂടാതെ യങ് ആൻഡ് എമർജിംഗ് സ്റ്റുഡന്റ് കാറ്റഗറി ഫിലിം മേക്കേഴ്സ് എന്ന വിഭാഗത്തിലുമാണ് ചിത്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മലയാളം സിനിമകൾ വളരെ അപൂർവമായി മാത്രമേ മത്സരത്തിൽ ഉൾപ്പെടാറുള്ളൂ. ജനുവരി 15, 16, 17 തീയതികളിൽ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ പ്രദർശനം നടക്കുക. ജനുവരി 18-ന് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ അവാർഡ് ദാന ചടങ്ങും റെഡ് കാർപ്പറ്റ് വിരുന്നും ഉണ്ടാകും. മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. വായനശാല പ്രസിഡന്റായിരുന്ന MP നാരായണൻകുട്ടിയുടെ 2ാം ചരമവാർഷിക അനുസ്മരണവും ഇതോടൊപ്പം നടന്നു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. MN കൃഷ്ണൻകുട്ടി, PK ജയറാം, PK രവീന്ദ്രൻ, MA ബാലകൃഷ്ണൻ, ജ്യോതി സുനിൽകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യമുയർത്തി ചിറ്റാട്ടുകര മേഖല ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ നടത്തി. ബ്രഹ്മകുളത്ത് നടന്ന കാർണിവൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MB എബിയോൺ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും കാർണിവലിന്റെ ഭാഗമായി നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിൽ ഞായറാഴ്ചയും ബാങ്കിംഗ് സേവനം ആരംഭിക്കുവാൻ സംഘം വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ സംഘം പ്രസിഡന്റ് PK രാജൻ അധ്യക്ഷത വഹിച്ചു. പാവർട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമനാട്, KF ലാൻസൺ, NK ഷംസുദ്ദീൻ, MK രാജൻ, സുനിൽ സുഷശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായി പങ്കെടുത്ത മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ 12-കാരിയായ ആരോമ മധു. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിൽ നടന്ന 7ാമത് സംസ്ഥാന സബ് ജൂനിയർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ആരോമ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 33 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു മത്സരം. പൂങ്കുന്നം സ്വദേശി PK മധുവിന്റെയും ലീബയുടെയും 2ാമത്തെ മകളാണ് ഈ കൊച്ചുമിടുക്കി. സഹോദരൻ അമൽ മധുവും ബോക്സിംഗ് ചാമ്പ്യനാണ്. തൃശൂർ പട്ടിക്കാട് സ്വദേശി ദിനീപ് ദിവാകരനാണ് ആരോമയുടെ കോച്ച്. തൃശൂർ അയ്യന്തോൾ TGSM സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആരോമ ജനുവരിയിൽ പോണ്ടിച്ചേരിയിൽ നടക്കുന്ന സോണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാളമുറി യൂണിറ്റ് സമ്മേളനം നടത്തി. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KR ശിവദാസൻ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി മാലതി രവീന്ദ്രൻ, ട്രഷറർ വിശാലാക്ഷി, ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KGCF ജില്ലാ പ്രസിഡന്റ് VS ജയപ്രകാശൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KE പൌലോസ്, ട്രഷറർ KV പൌലോസ്, സംഘാടക സമിതി ചെയർമാൻ T രഞ്ജിത്ത്, CPM ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സഹോദരങ്ങൾ ഒരുമിച്ച് പൌരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവകാംഗമായ ചെറുതാണിക്കൽ ഡീക്കൻ പ്രിൻസ്, ഡീക്കൻ ഫ്രാങ്കോ എന്നിവരാണ് പൌരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തിയത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ഫാദർ ജോൺസൺ ചക്കാലക്കൽ, ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ, ഫാദർ ജസ്റ്റിൻ പഴയടത്തുപറമ്പിൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമനെ ജന്മനാട് ആദരിച്ചു. ദീപൻ ശിവരാമന്റെ ഉമ്പുറോയ് നാടകം അവതരിപ്പിക്കപ്പെട്ട വേദിയിലാണ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ ചേർന്ന് ദീപൻ ശിവരാമനെ ആദരിച്ചത്. CPM കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ KB മുജീബ് അനുസ്മരണം നടത്തി. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ, KS കൈസാബ്, KK വിജയൻ, റസാഖ് എന്നിവർ സംസാരിച്ചു. ഘട്ടമാണ് എന്ന് തോന്നിയത് തന്നെ
സഖാവ് ഇവിടെ ജോലിക്ക് വരണം എന്നാഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് 19-20 വയസ്സ് പ്രായത്താണ് സഖാവ് കോട്ടപ്പുറത്ത്. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, സെക്രട്ടറി സോണി സതീഷ്, മനോജ് V മേനോൻ, ടെസി ഷൈജോ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടന്നു. ആളൂർ RMHS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പ്രധാനാധ്യാപിക ജുലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ TP ജിതിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. വെള്ളിക്കുളങ്ങര മോനൊടി ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഓഫീസ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ബാലൻ നന്ദിപുരത്ത് അധ്യക്ഷത വഹിച്ചു. ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെയാണ് നവീകരണ കലശം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3235 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ച് വീണ വീട്ടമ്മ മരിച്ചു. കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവിയാണ് മരിച്ചത്. ചാഴൂരിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒളരി കൊട്ടിൽ റോഡിൽ സ്ഥാപിച്ച മൊബൈൽ ടവറിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. മൊബൈൽ ടവർ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. എച്ചിപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം, വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ കാട് കയറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.